നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാന പ്രതീക്ഷയും പാളിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന അമേരിക്കൻ ഇറാൻ യുദ്ധ ചർച്ചകൾ പരാജയമായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചർച്ചകൾ ധാരണയാകാതെ അവസാനിച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെയാണ് വ്യക്തമാക്കിയത്. പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ആണവ വിഷയങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉറപ്പുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കരാറുകളൊന്നുമില്ലാതെ തന്നെ US പ്രതിനിധി സംഘം നിരാശരായി മടങ്ങുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഏകദേശം 21 മണിക്കൂറിലേറെ മാരത്തൺ ചർച്ച നടന്നു. റെഡ് ലൈൻ നിശ്ചയിച്ചെന്നും ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കരുത് എന്നതാണ് പ്രധാനമെന്നും US വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഇത് അമേരിക്കയുടെ അവസാനത്തെ ഏറ്റവും മികച്ച ഓഫറാണെന്നും ഇറാൻ സ്വീകരിക്കുമോ എന്നറിയാൻ കാത്തിരിക്കണമെന്നായിരുന്നു JD വാൻസ് പ്രതികരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഭരണകൂടത്തിലെ മറ്റു ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾക്കിടെ നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും വാൻസ് വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള ചർച്ചകൾ കരാറില്ലാതെ അവസാനിച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസികളും സ്ഥിരീകരിച്ചു. US-ന്റെ അമിതമായ ആവശ്യങ്ങൾ പൊതുവായ ഒരു ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടാക്കിയെന്നാണ് ഇറാൻ അധികൃതർ പറഞ്ഞിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗത അവകാശങ്ങൾ, ഇറാന്റെ ആണവ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ഇറാൻ അധികൃതർ കൂട്ടിച്ചേർത്തു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുക, ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, മറ്റൊന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം. ഇത് രണ്ടിലുമാണ് പ്രധാനമായും തീരുമാനമാകാതെ ഇപ്പോൾ ചർച്ച പാളിയിരിക്കുന്നത്. ചർച്ച പരാജയപ്പെട്ടതോടെ ഇറാനും US-ഉം തമ്മിലുണ്ടാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തലും ഇനി എന്താകുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇനി JD വാൻസും സംഘവും അമേരിക്കയിൽ തിരിച്ചെത്തിയാൽ ഉടൻ ട്രംപുമായി സംസാരിച്ച് അടുത്തത് ഡൊണാൾഡ് ട്രംപ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. വീണ്ടും ട്രംപ് ഇറാനെ മാരകമായിട്ടുള്ള ആക്രമണത്തിലൂടെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുമോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. 40 ദിവസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഒത്തുതീർപ്പിലെത്താൻ കഴിയാതെ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യമാണ് ഇതോടെ സംജാതമായിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ആണവ നിലയങ്ങളും നേരത്തെ തന്നെ തകർക്കപ്പെട്ടതാണ്. എന്നാൽ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഉറപ്പ് നൽകാൻ ഇറാൻ വിസമ്മതിക്കുന്നതായാണ് വാൻസ് വ്യക്തമാക്കിയത്. ഇതുകൂടാതെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച പരാജയമാക്കാൻ ഇടയാക്കി. ചർച്ചകളുടെ ഫലം എന്തുതന്നെയായാലും തങ്ങൾ ഇറാനെ പൂർണ്ണമായി തോൽപ്പിച്ചു കഴിഞ്ഞതായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇറാനെ തങ്ങൾ സൈനികമായി തകർത്തു, അവരുടെ നാവികസേനയും വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും നിർവീര്യമാക്കി, അവരുടെ നേതാക്കളെല്ലാം ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇനി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് ഒന്നുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഈ ചർച്ച ഒരു പരാജയമാകുമെന്നുള്ളത് ട്രംപിന് മുൻകൂട്ടി അറിയാം. വളരെ കുറച്ച് ശതമാനം മാത്രമാണ് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. അഥവാ പ്രതീക്ഷയില്ലെങ്കിലും അമേരിക്കയ്ക്ക് ഒന്നുമില്ല എന്ന് ട്രംപ് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയതെന്തോ അണിയറയിൽ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കുന്നതാണ് ചർച്ചയിലെ മറ്റൊരു പ്രധാന വിഷയമായിരുന്നത്. ഇറാൻ വിതറിയ മൈനുകൾ കാരണം ഈ പാത ഇപ്പോഴും ഭാഗികമായി അടഞ്ഞുകിടക്കുകയാണ്. സ്വന്തം മൈനുകൾ എവിടെയൊക്കെ ഉണ്ടെന്ന ധാരണ ഇറാന് തന്നെ നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ നിലവിൽ US നാവികസേന ഇവിടെ മൈനുകൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 2 അത്യാധുനിക പടക്കപ്പലുകളുടെ സംരക്ഷണത്തിലാണ് മൈൻ നീക്കം ചെയ്യൽ നടക്കുന്നത്. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും ഹോർമുസ് തുറക്കാൻ സൈനിക ബലം പ്രയോഗിക്കാനാണോ അമേരിക്കൻ നീക്കം എന്ന ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇതിനെ ഇറാൻ എങ്ങനെ വിലയിരുത്തുമെന്ന ആശങ്കയും സജീവമാണ്. അതേസമയം 1979 ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ആദ്യമായി അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ഉന്നതതല വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ നടന്നതാണ് ഇപ്പോൾ വൻ പരാജയമായിരിക്കുന്നത്. ഇന്ധന ടാങ്കറുകൾ അമേരിക്കൻ തീരങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തുന്ന കാഴ്ച
മനോഹരമാണെന്നും ട്രംപ് പ്രതികരിച്ചു. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ലോകത്തെ മറ്റു പല രാജ്യങ്ങളും അത് ഉപയോഗിക്കുന്നുണ്ട്. അവരാകട്ടെ ഒന്നെങ്കിൽ ഭീരുക്കളോ അല്ലെങ്കിൽ ദുർബലരോ അതും അല്ലെങ്കിൽ പിശുക്കന്മാരോ ആണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് മാത്രം എനിക്ക് പറയാൻ കഴിയും, നാറ്റോയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആഴ്ചകളിൽ ഇറാനിലേക്ക് ചൈന വിമാനവിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറാൻ ഒരുങ്ങുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന വിമാനവിരുദ്ധ മിസൈലുകൾ ചൈന 3 രാജ്യങ്ങൾ വഴിയാണ് ഇറാനിലേക്ക് എത്തിക്കുന്നുവെന്നാണ് US രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസും CNN റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ ആരോപണങ്ങൾ വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി നിഷേധിച്ചു. തങ്ങൾ ഒരു പക്ഷത്തേക്കും ആയുധങ്ങൾ നൽകുന്നില്ലെന്നും സമാധാനത്തിനാണ് മുൻഗണന നൽകുന്നതെന്നുമാണ് ചൈനയുടെ വിശദീകരണം. ഏതായാലും ഇപ്പോൾ ചർച്ചകൾ പരാജയമായി. ഇറാൻ സംഘവും അമേരിക്കൻ സംഘവും സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു ചർച്ചയിലേക്ക് എത്തിയപ്പോൾ ചെറിയൊരു ആശ്വാസം പശ്ചിമേഷ്യയിൽ വന്നിരുന്നു.